അതല്ല, വാട്സപ്പിൽ നമുക്ക് ഒരുപാട് മെസ്സേജ് വരും. എന്നാൽ ഈ വാട്സപ്പ് തുറന്നാൽ നമുക്ക് വാട്സപ്പിലെ മെസ്സേജ് നോക്കാനും അല്ലെങ്കിൽ അതിന് റിപ്ലൈ ചെയ്യാനും കഴിയും. തുറന്നാലോ നമ്മൾ ഓൺലൈനിൽ ഉണ്ടാകുകയും ചെയ്യും. വാട്സപ്പ് തുറക്കാണ്ട് ഓൺലൈനിൽ വരാണ്ട് നമുക്ക് മെസ്സേജ് കാണാനും അതുപോലെ തന്നെ അതിന് റിപ്ലൈ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ. വാട്സപ്പ് മാത്രമല്ല, നമുക്ക് ചെറുപറാന്ന് ഒരുപാട് മെസ്സേജുകൾ പല ഭാഗത്തു നിന്നും വരും. മെസ്സഞ്ചർ, ടിക്ടോക്ക്, ആടുന്ന് ഇവിടുന്ന് സകലത്തുനിന്നും നമുക്ക് മെസ്സേജ് വരും. ഈ മെസ്സേജൊക്കെ നമുക്ക് ഫോണിൻ്റെ ഏത് ഭാഗത്തായാലും ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാണ്ട്, മെസ്സേജ് എവിടെ നിന്നാണോ വരുന്നത് അവിടെ ഓപ്പൺ ചെയ്യാണ്ട് നമുക്ക് വായിക്കാൻ അല്ലെങ്കിൽ കാണാൻ അതിന് റിപ്ലൈ കൊടുക്കുകയുള്ള ഒരു ഓപ്ഷൻ. സംഭവം അടിപൊളിയാട്ടോ. ഇതിനെന്താ ചെയ്യേണ്ടത്? ഇതിന് നമുക്ക് സീ നോട്ടീസ് എന്ന് പറയുന്ന ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. ലിങ്ക് ആദ്യ കമൻറ്റിലുണ്ട്, പിൻ ചെയ്ത് വെച്ചിട്ട് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തിട്ട് എന്താ ഇത് സംഭവം ഒന്ന് നോക്കുക. നമ്മൾ ഇതാട്ടോ ഈ സീ നോട്ടീസ്, അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ മേലെ തന്നെ എനേബിൾ സീ നോട്ടീസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് എനേബിൾ ചെയ്യുന്നേരം നമുക്ക് എന്ത് ചെയ്യണോ, നോട്ടിഫിക്കേഷൻ പെർമിഷൻ കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കാര്യമായിട്ടൊന്നും ചെയ്യണ്ട. പിന്നെ നമുക്ക് ആവശ്യമില്ലാത്ത മെസ്സേജ്, ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനൊക്കെ ഇതിൽ ബ്ലോക്ക് ചെയ്യാനും ഐക്കണിൻ്റെ കളർ മാറ്റാനും അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ആവശ്യത്തിന് ചെയ്തു വെക്കുക. ഇനി നമുക്ക് ഒരു മെസ്സേജ് ഒന്ന് വിട്ടു വെക്കുക. ഇത് ക്ലോസ് ചെയ്യുന്നില്ല, ഇങ്ങനെ തന്നെ വിട്ടു വെക്കുക. ഞാൻ വേറൊരു ഫോണിൽ നിന്ന് ഇതിലേക്ക് ഒരു മെസ്സേജ് വിടുകയാണേ. ഹായ് ഞാനിവിടെ വിട്ട്. ഹായ് ഞാൻ വിട്ടേരെ ഇവിടെ കണ്ടോ ഒരു ഐക്കൺ വന്ന്, ഈ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഒരു പോപ്പപ്പിൽ ആ ഹായ് നമുക്ക് അവിടെ നിന്ന് വായിക്കാം. അതിന് ഇവിടുന്ന് അങ്ങനെ തന്നെ റിപ്ലൈ കൊടുക്കുകയും ചെയ്യാം. തിരിച്ചൊരു ഹായ് ഞാൻ അങ്ങോട്ടും വിട്ട്. ഞാൻ ആ വിട്ട ഹായ് ഇവിടെ വന്നിക്ക് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിട്ട ഹായ് എല്ലാം കണ്ടോടെ ഒരു ബ്ലൂടിക്ക് ഒന്നും ഇതിനില്ല. അതായത് ഈ ഫോണിലെ വാട്സപ്പിൽ എനിക്ക് വന്ന മെസ്സേജ് ഞാൻ വായിച്ച് അതിന് റിപ്ലൈ കൊടുത്ത്, പക്ഷേ ഞാൻ ഓൺലൈനിൽ വന്നിക്കില്ല. മെസ്സേജ് വിട്ടാക്ക് അതിൻ്റെ റിപ്ലൈ കിട്ടിക്കുന്നല്ലാണ്ട് അതിൻ്റെ ബ്ലൂടിക്കൊന്നും അവർക്ക് പോവുകയില്ല. സംഭവം അടിപൊളിയല്ലേ? വാട്സപ്പിൽ മാത്രമേ കാണിച്ചെന്ന്. ഇതുപോലെ നിങ്ങൾക്ക് ഏടുന്ന മെസ്സേജ് വന്നാലും ഇങ്ങനെ വായിക്കുകയും ചെയ്യുക, റിപ്ലൈ കൊടുക്കുകയും ചെയ്യുക. വേറെ ഒന്നുണ്ട്, ഇതിലിപ്പോൾ ജസ്റ്റ് ആ മെസ്സേജിൽ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് വാട്സപ്പിലേക്ക് പോവും. അതുപോലെ തന്നെ ടെക്സ്റ്റ് മെസ്സേജ് മാത്രം നമുക്ക് വായിക്കാനും ആവും, ടെക്സ്റ്റ് മെസ്സേജ് മാത്രം റിപ്ലൈ ഇടാനും ആവും. വോയിസ് മെസ്സേജ്, പിക്ചർ മെസ്സേജ്, വീഡിയോ മെസ്സേജ് ഇതൊന്നും ഇത് കൂടെ ഡയറക്റ്റ് നമുക്ക് ആകില്ല. അതിന് വാട്സപ്പ് തന്നെ പോകണം. സംഭവം അങ്ങനെ ഉപകാരം തോന്നിക്കേണ്ട ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടിക്കേണ്ട ഒരു ലൈക്കും കൊടുത്തേക്ക്, നമുക്ക് ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ എന്ന്. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മാപ്പിയോ. താങ്ക് യു സോ മച്ച്.